ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSCയുടെ അടുത്ത കപ്പൽ അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അടുത്ത കപ്പൽ വിഴിഞ്ഞം പോർട്ടിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. MSC കൈലി. MSC കൈലിയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. അതിനു മുൻപേ MSC കൈലിയുടെ കറണ്ട് സ്റ്റാറ്റസിലേക്ക് നമുക്ക് പോകാം. MSC കൈലി ഇപ്പോൾ ഉള്ളത് നമ്മുടെ മലേഷ്യയുടെ മലാക്ക കടലിടുക്ക് പിന്നിട്ടുകൊണ്ടിരിക്കുന്ന MSC കൈലിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സ്പീഡ് ആവട്ടെ 19.6 നോട്ടിക്കൽ മൈൽ സ്പീഡും, ഡെസ്റ്റിനേഷൻ സിംഗപ്പൂർ ടു വിഴിഞ്ഞം. അതുമാത്രമല്ല, വിഴിഞ്ഞത്തിൻ്റെ കോഡ് ഉൾപ്പെടെ ഡെസ്റ്റിനേഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. INNYY എന്ന കോഡും കൂടി ചേർത്തിരിക്കുന്നു. ഇതിൽ IN എന്ന് പറഞ്ഞാൽ ഇന്ത്യയും NYY എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്കരയുടെയും ഷോർട്ട് ഫോമാണ്. അങ്ങനെയാണ് INNYY എന്ന ആ കോഡ് ലഭിച്ചിട്ടുള്ളത്. ഈ കോഡ് നമ്മുടെ പോർട്ടിന് കുറച്ച് ദിവസം മുന്നേ ലഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വരുന്ന ഷിപ്പുകളെല്ലാം ആ കോഡ് ഉൾപ്പെടെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. അതൊരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. അതുമാത്രമല്ല, എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 9/9/2024 ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 16.6 മീറ്ററാണ്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 6/9/2024 10:29 AM ആണ്. നമുക്കിനി ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 9927-299, ഫ്ലാഗ് ലൈബീരിയ. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 27/4/2023 ഷിപ്പ് തന്നെയാണ്. അതായത് ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഷിപ്പിൻ്റെ ഓവറോൾ ലെന്ത് 366 മീറ്ററും ബെർത്ത് 51 മീറ്ററും, മാക്സിമം ഡെപ്ത് 29.9 മീറ്ററും, മാക്സിമം ഡ്രാഫ്റ്റ് 16 മീറ്ററും, മാക്സിമം സ്പീഡ് 21 നോട്ടിക്കൽ മൈൽ സ്പീഡും തന്നെയാണ്. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 15,264 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയാണ്. അതായത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം കണ്ടെയ്നർ കപ്പാസിറ്റി 15,264 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ളതാണ് MSC കൈലി. നമുക്ക് അവസാനമായിട്ട് വന്ന ഷിപ്പ് MSC ഓറിയോൺ ആവട്ടെ, ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് MSC ഓറിയോൺ ആവട്ടെ, ഏതാണ്ട് 15,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ആണെങ്കിൽ ഇപ്പോൾ 15,267 TUV കപ്പാസിറ്റിയുമായിട്ട് MSC കൈലി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരികയാണ്. അതിന് മുമ്പേ വന്ന ഷിപ്പ്, അതായത് MSC ഓറിയോണ് മുന്നേ MSC ഡയല 14,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയുമായിട്ടാണ് MSC ഡയല എത്തിയത്. അതിനുശേഷമാണ് MSC ഡയലേക്കാട്ടിയും വലിയ ഷിപ്പായ MSC ഓറിയോൺ എത്തത്. ഇപ്പോൾ MSC ഓറിയോണെക്കാട്ടിയും വലിയ ഷിപ്പ് MSC കൈലി 15,267 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയുമായിട്ട് MSC കൈലി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരികയാണ്. ഇനി ഷിപ്പ് വരേണ്ടത് ആൻഡമാൻ സീ പിന്നിട്ടതിന് ശേഷം ബേ ഓഫ് ബംഗാളിലെത്തുന്നു. അവിടെ നേരെ ബേ ഓഫ് ബംഗാൾ സീയിലെത്തിയ ശേഷം അവിടെ നിന്ന് ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്കാണ് ഈ ഷിപ്പുകളെല്ലാം ഒഴുകി നീങ്ങുന്നത്. കാരണം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള കപ്പലുകളാണ് ഇതെല്ലാം. അതുമാത്രമല്ല, ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഷിപ്പിൻ്റെ കറണ്ട് എവിടെ നിന്നാണ്, ഷിപ്പ് ഏത് പോർട്ടിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സിംഗപ്പൂർ പോർട്ടാണ്. സിംഗപ്പൂർ പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് അവസാനമായിട്ട് ഷിപ്പ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന ഷിപ്പിൻ്റെ ഷെഡ്യൂളിൽ എന്തെങ്കിലും ചേഞ്ച് വരികയോ സമയത്തിന് ചേഞ്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ തന്നെ കറക്റ്റായിട്ട് അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.